വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അങ്ങനെ മാരകമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല, ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ആണ്. ഞാനും ഉമ്മയും കസിനും പിന്നെ മാമിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ട് പോയതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിയന് ഫേസ് വാഷ് ഒക്കെ നോക്കുന്നുണ്ട്, പിന്നെ സൺസ്ക്രീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. എല്ലാം അറിയുന്ന ഒരാളാണ് എൻ്റെ കസിൻ. അപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അത്രക്കൊന്നും അറിയില്ല, എന്നാലും അറിയട്ടാ ആൾക്ക്. വെറുതെ പറഞ്ഞാട്ടാ, ചിലപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് കണ്ടാലോ, അതുകൊണ്ടാട്ടോ വെറുതെ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞു. പിന്നെ ഈ ഒരു സെക്ഷൻ എത്തിയപ്പോൾ കുറച്ച് പേര് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. വേറെ ആരുമില്ല, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഉമ്മമാർ. കണ്ടു പോയത് പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ്. നല്ല രസമുള്ള കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സെക്ഷനാണ്. ന്യൂട്രലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഞാനും എൻ്റെ കയ്യിൽ സാധനം തരും, ഞാൻ വീഡിയോ എടുക്കും. പിന്നെ എൻ്റെ കയ്യിൽ സാധനം തരും, ഞാൻ വീഡിയോ എടുക്കും. ഇതന്നെ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ബ്ലോഗറായി പോയില്ലേ, വീഡിയോ എടുത്തല്ലേ പറ്റൂ. പിന്നെ പീനട്ടിൻ്റെ ബട്ടർ നോക്കിയിരുന്നു, അത് എടുത്തിട്ടുണ്ട്. പിന്നെ പാനിപ്പൂരി എടുത്തിട്ടുണ്ട്, കുറേ കാലമായി കഴിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിങ്ങിനായിട്ട് കയറിയതൊന്നുമല്ല, പക്ഷെ മാൾക്ക് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓരോരോ സാധനങ്ങൾ ജസ്റ്റ് നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ബിസ്ക്കറ്റൊക്കെ ഉള്ളൊരു സെക്ഷനിലേക്കാണ്. അപ്പോൾ ഓരോരുത്തർ അവിടെ ഓരോയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാം. അമ്മയുടെ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്, ഉമ്മക്ക് പറ്റിയത്. അപ്പോൾ ഉമ്മക്ക് കൂടുതൽ ഇങ്ങനത്തെ 50-50 അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് ഈ ബിസ്ക്കറ്റ് ഇഷ്ടമുണ്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ ഓറിയോ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസും ഞങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. 3 ആൾക്ക് 3 ഇഷ്ടങ്ങളാണ്. അപ്പോൾ 3 ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടികളും കഴിഞ്ഞു. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ അംദാനൊക്കെ ഭയങ്കര മാരകമായിട്ടുള്ള ഷോപ്പിങ്ങിലാണ്. സാധനം എടുക്കുക, ബില്ല് ചെയ്യുക, വരിക. സാധനം എടുക്കുക, ബില്ല് ചെയ്യുക, വരിക. ഇതന്നെ ഇരുന്ന ആളെ അംദാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. എൻ്റെ കസിൻ ഉണ്ടല്ലോ, അവളെ ചെറിയ അനിയനാണ്. വേറെ 2 ആളും കൂടി ഉണ്ട്, അവരെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരണ്ട്. ഷോപ്പിങ്ങിൻ്റെ എടുക്കുക, നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഒരാൾ ഇവിടെ റെഡ് ബുള്ളൊക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് വല്ല ഫ്രൂട്ടി ഒട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ഈ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കുറച്ച് സാധനം എടുക്കാനാണ് അത്രയും നേരം എടുത്തത് എന്നുള്ളത്. പിന്നെ മാമിയും കസിനും അവരും കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ബില്ലടിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോപ്കോൺ അങ്ങനത്തെ ഐറ്റംസൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നിട്ടായാലും ഞങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. ഒക്കെ വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എന്നാലും ഇഷ്ടമാണ്. ചീസിൻ്റെ എന്തോ സംഭവമാണ്. എന്തായാലും പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനും ബ്രദറും കൂടിയാണ് കഴിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഒന്ന് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് 2 ആളും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോപ്കോൺ വാങ്ങി. മറ്റേ മസാലയുടെ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത്. എന്താ ആക്ടിങ്ങില്ല, ആരും പറയില്ല ഇത് ആക്ട് ചെയ്യാന്നുള്ളത്. എന്താ പറയുക, എന്നെ ഫിലിമിൽ എടുക്കും, അത് ഉറപ്പാണ്. എൻ്റെ ഫ്രണ്ട്സുകൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്ക് ആക്ട് ചെയ്യാൻ ഭയങ്കര കഴിവാണെന്നുള്ളത്. എന്നെ ട്രോളാൻ ഞാൻ തന്നെ മതി, അതെന്നെ ധാരാളമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും കൈയൊക്കെ പിടിച്ചെടുക്കണം. അത്രയും നല്ല കസിൻസ് വേറെ ആർക്കെങ്കിലും ഉണ്ടാവുക. അത് സ്നേഹം കൊണ്ടൊന്നല്ല, ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ മുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൈ പിടിച്ചതാണ്. ഓർഡറാണ് വാങ്ങിയിട്ടുള്ളത്, പാഴ്സലാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വാങ്ങിയത് ഹോട്ട് ചോക്ലേറ്റ് ആണ്, അവൾ വാങ്ങിയത് ഓറഞ്ച് ജ്യൂസാണ്. ഹെൽത്തി കുട്ടാ, അവള് ഹെൽത്തി കുട്ടാനാട്ടാ. എന്നിട്ട് ഇതൊന്നും കുടിച്ചിട്ട് ഞങ്ങൾക്ക് തികഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അടുത്ത സാധനം വാങ്ങി, ഓറിയോ ഷേക്കാണ് വാങ്ങിയത്. അപ്പോൾ അതും ഞങ്ങൾ അങ്ങനെ കുടിച്ചു. അങ്ങനെ അവിടുത്തെ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങൾ പാഴ്സലും കിട്ടി, ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വണ്ടി കൊടുത്തിരുന്നു, അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി അതിന്മേൽ പോവുകയാണ്.
അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. മാമിൻ്റെ കൂടാണ് 2 ദിവസം നിൽക്കാനായിട്ട് വന്നതായിരുന്നു. കുറച്ചധികം ദിവസമായിട്ടുണ്ട് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇവിടുത്തെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ നാളെ ക്ലാസ് ഉണ്ടോ ഇല്ലേ, അതാണ് ഇന്നത്തെ ഡിസ്കഷന്. കാരണം നല്ല മഴ ഉണ്ടായിരുന്നു. നാളെ ക്ലാസ് ഇല്ല എന്നുള്ളതിൻ്റെ സന്തോഷ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ അവരെടുത്ത് വെക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കസിനും അനിയനും അങ്ങനെ എല്ലാവരും കൂടി ഫുട്ബോളൊക്കെ കളിക്കുകയാണ്. ഞാൻ അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ രസമല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹംദാന് ചെറിയ മുട്ടായിയൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് ക്ഷീണിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾ ലോഡഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞതാണ് എല്ലാവരും റൗണ്ടിൽ വെച്ചിട്ട് ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ എല്ലാവരും ഒപ്പം വിളിക്കണം എന്നുള്ളത് അതേപോലെ കേട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ കണ്ടത് ഫോണിൻ്റെ ഷോപ്പൊന്നുമല്ല കേട്ടോ, ഓരോരുത്തരുടെ ഫോണാണത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് മൂവിയൊക്കെ കണ്ടിട്ടാണ് ലോഡഡ് കഴിക്കുന്നത്. സേഡി മൂസ അങ്ങനെ കോമഡി മൂവീസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുന്നത്. ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ പഠിച്ചു വരണുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വേറെ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.